വേണ്ട. ഏറ്റുപറച്ചിലിന്റെയും അപേക്ഷയുടെയും സ്വരം ഇനി ഈ വീട്ടിൽ വേണ്ട. രവിയും കൂടി വന്നിട്ട് ആ കർമ്മം നിർവഹിക്കാന്ന് കരുതിയാ ഞാൻ കാത്തുനിന്നത്. രാജലക്ഷ്മിക്കും രേഖയ്ക്കും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഇപ്പോ ഈ രാത്രി. അമ്മേ, പറയാനുള്ളത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടത് ഞാനോ അമ്മയോ അല്ല, രഘുവാണ്. രഘുവിന്റെ തീരുമാനം അന്തിമമായി കണ്ടേ ഇതിലൊരു തീരുമാനം എടുക്കാനാവും. രഘു, എന്താ നിന്റെ തീരുമാനം? ചേട്ടായി, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് തീരുമാനിക്കാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് രേഖയുടെ ഭർത്താവാണെന്ന പരിഗണനയിലാണെങ്കിൽ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ മാത്രമേ ആ സ്ഥാനം എനിക്കുള്ളൂ. ആത്മബന്ധം കൊണ്ട് അതെനിക്കില്ല. എന്റെ കൂടെ വേണമെന്ന് തോന്നിയ നിർണായക നിമിഷങ്ങളിൽ പോലും എന്റെ ഭാര്യ എന്റെ കൂടെ നിന്നിട്ടില്ല. ഒരു ഭർത്താവായി എന്നെ പരിഗണിക്കാനും എന്നെ സ്നേഹിക്കാനും പലപ്പോഴും രേഖ ബുദ്ധിമുട്ടുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു നിമിഷം പോലും രഘു എന്ന മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവൾ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും എന്നെ അസ്വസ്ഥനാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴും ഞാനെല്ലാം ക്ഷമിച്ച് വീണ്ടും സ്നേഹിക്കുന്നത് എനിക്കവളെ ഇഷ്ടമുള്ളതുകൊണ്ടാ. ഇവളെ മറക്കാൻ പറ്റാത്തതുകൊണ്ടാ. കൂടുതലൊന്നും വേണ്ട. ഞാൻ സ്നേഹിക്കുന്നതിന്റെ ഒരു അംശം ഇവൾ എനിക്ക് തിരികെ തന്നാ മതി. ഞങ്ങളുടെ ജീവിതം സ്വർഗമാകാൻ. കള്ളമായിരുന്നിട്ടും രേഖ ഗർഭിണിയാണെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് എന്നെയാ. എന്റെ ആ സന്തോഷം ചേട്ടായും കണ്ടതല്ലേ? എനിക്കൊരു കുഞ്ഞെന്ന സന്തോഷത്തിനേക്കാൾ അപ്പുറം എനിക്ക് സന്തോഷം തന്നത് കേരളത്തിനകത്തും പുറത്തുമായിരുന്ന സമയത്ത് തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണി, വധശ്രമം, അങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ രാഗസുധ. അതെല്ലാം ചേർത്താണ് ഇപ്പൊ ഈ അറസ്റ്റും ജയിൽവാസവും. പറഞ്ഞു കേട്ടിട്ട് ഈ അടുത്ത കാലത്തൊന്നും പുറലോകം കാണുന്ന ലക്ഷണമില്ല. എല്ലാം കൊണ്ടും സേഫായ സ്ഥിതിക്ക് ശ്രീലക്ഷ്മി മാഡം കാത്തിരുന്ന ആ സുദിനം നാളെയാ. മനസമാധാനത്തിന്റെ ദിവസം. രാഗസുധ അകത്തായ സ്ഥിതിക്ക് ഇനിയും ശ്രീലക്ഷ്മി മാഡം മറ്റൊരാളായി ജീവിക്കണ്ടല്ലോ. അതുകൊണ്ട് ഇനിയെല്ലാം ശ്രീലക്ഷ്മി മാഡത്തിനെ കൊണ്ട് തന്നെ രവി സാറിനോട് പറയിപ്പിക്കണം. നാളെ തന്നെ, അല്ലേ സർ? അങ്ങനെയല്ല സാന്ദ്ര മേഡം. ഇനിയാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത്. ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് അവൾക്ക് പലതും ചെയ്യാനാവും. സാന്ദ്ര മേഡത്തിന് രാഗസുധയെ അറിയാൻ വയ്യാഞ്ഞതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും അവളത് പ്രവർത്തിച്ചിരിക്കും. ഇപ്പോ അവൾ കുറച്ചുകൂടി സേഫ് ആവുകയാണ് ചെയ്തത്. ഇനി രവിക്കെതിരെ അവൾ എന്ത് ചെയ്താലും അവൾ ജയിലിൽ സേഫായിരിക്കും. നമുക്കോ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് നിയമത്തിനോ അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാഡം നേരത്തെ പറഞ്ഞതുപോലെ മനസമാധാനത്തിന്റെ ദിവസം വരണമെങ്കിൽ ജയിലിലായാൽ പോരാ, അവൾ മരിക്കണം. അതിനുശേഷമേ രാഗസുധയിൽ നിന്നൊരു മോചനം ഉണ്ടാവൂ. അങ്ങനെയെങ്കിൽ
അവളുടെ മരണം ജയിലിൽ വെച്ച് തന്നെ ആയിക്കൂടെ? രവി സാറോ രാജാറാം സാറോ വിചാരിച്ചാൽ അത് വളരെ ഈസി അല്ലേ? ഡിപ്പാർട്ട്മെന്റുമായി നല്ല ബന്ധങ്ങളില്ലേ രണ്ടുപേർക്കും? അവളെ ഇല്ലാതാക്കാൻ ഡിപ്പാർട്ട്മെന്റിനെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല സാന്ദ്ര മാഡം. അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത് ചെയ്യാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അതൊന്നും സാന്ദ്ര മാഡത്തിന് മനസ്സിലാവില്ല. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും കെട്ടപ്പെട്ടു പോകും. ഏതിനും ഇനിയാണ് രവിയും ബർമൻ വില്ലയിലെ മറ്റുള്ളവരും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. കാരണം ഞങ്ങളെപ്പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ അവൾക്കും പിടിപാടുകളില്ല എന്ന് എങ്ങനെ അറിയാം? സോ ഇത് തന്നെയാണ് ഭയപ്പെടേണ്ട സമയവും. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. ഒന്നിച്ചു ജീവിച്ച മനോഹരമാവുന്ന ജീവിതങ്ങളെ തമ്മിൽ അകറ്റി നിർത്തിയിട്ട് ഒരിക്കലും ചേരാത്ത ജീവിതങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തും ഈശ്വരൻ. എന്നിട്ട് ഇതാണ് ശരിയെന്ന് തോന്നിപ്പിക്കും വിധം നല്ല കുറെ സന്തോഷങ്ങൾ തരും. ഒരു ദിവസം എല്ലാം കെട്ടടങ്ങുമ്പോ നമുക്ക് മനസ്സിലാവും ചേരേണ്ടവര് അവരായിരുന്നില്ല എന്ന്. അതിനെ നമ്മള് ഒരു ഓമന പേരിട്ട് വിളിക്കും, വിധിയെന്ന്. അങ്ങനെ ഒരു വിധി എനിക്കില്ല ശ്രീലക്ഷ്മി. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടില്ലായിരുന്നു. ഈ കണ്ടുമുട്ടൽ ഒന്നുകിൽ എല്ലാത്തിന്റെയും ഒരു തുടർച്ച, അല്ലെങ്കിൽ എല്ലാത്തിന്റെയും അവസാനം. ഒരു പുതിയൊരു ആരംഭം ഇനി രവിയുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഇതെല്ലാത്തിന്റെയും തുടർച്ചയാവണമെന്ന എന്റെ ആഗ്രഹം. നേരത്തെ ശ്രീലക്ഷ്മി പറഞ്ഞ ഉദാഹരണം ചേർത്ത് പറഞ്ഞാൽ ഞാനും ശ്രീലക്ഷ്മിയും ഒന്നു ചേരണമെന്നുള്ളത് ഈശ്വരന്റെ തീരുമാനമാണ്. ഒരിക്കലും ഒന്നിച്ചു ചേരാത്ത ജീവിതമല്ല എന്റെയും ശ്രീലക്ഷ്മിയുടെയും. ഒന്നിച്ചു ജീവിച്ചാൽ അത്രയും മനോഹരമെന്ന് തോന്നിപ്പിക്കും വിധം അങ്ങനെയുള്ളൊരു ജീവിതം. അതിനെ വിധി എന്ന രണ്ടക്ഷരത്തിൽ തളച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈശ്വരനായി കൂട്ടിച്ചേർത്തവരെ ആർക്കും പിരിക്കാനാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു സമയമുണ്ടെങ്കിൽ അന്നേ ശ്രീലക്ഷ്മി ഈ വീടിന്റെ പടിയിറങ്ങും. അത് തീർച്ചയായും. അങ്ങനെ സംഭവിക്കുന്നൊരു ദിവസം ഇപ്പൊ എന്തിനാ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനിപ്പോ താഴെ വെച്ച് രേഖ മാഡത്തെയും രാജലക്ഷ്മി അമ്മയും സപ്പോർട്ട് ചെയ്തല്ലേ സാറിന് സംശയം തോന്നാനുള്ള കാരണം? എങ്കിൽ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ശ്രീലക്ഷ്മി അല്ല കൺമണിയാണ് എന്നത് പുറത്തുള്ള ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് രേഖ മാഡത്തിനും രാജലക്ഷ്മി അമ്മയ്ക്കുവാ. ഈ സന്ദർഭത്തിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്താൽ ഇനി കുറച്ചു നാളത്തേക്കെങ്കിലും ആ നന്ദി കാണും. ആ നന്ദി നമുക്ക് മുതലെടുത്ത് ഞാൻ ശ്രീലക്ഷ്മിയാണെന്ന് കുറച്ചുകൂടി വിശ്വസിപ്പിക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട് ബുദ്ധി? കൊള്ളാം. ഈയിടെയായിട്ട് ബുദ്ധി കുറച്ചു കൂടുതലാണ്. കൂടിക്കൂടി മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതൊന്നും പുറത്തേക്ക് വരാതിരുന്നാ മതി. ഒരു നിമിഷം പോലും എന്നിൽ നിന്നും പിരിയാതിരുന്നതാൻ കാണാതായ സമയത്ത് എങ്ങനെ ജീവിച്ചു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ എന്റെ അടുത്തേക്ക് ഓടി വരും എന്ന് ഞാൻ കരുതി. പക്ഷെ അതുണ്ടായില്ല. നിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ അനുഭവിച്ച ഓരോ നിമിഷവും നീയില്ലാതെ ഞാനില്ല എന്ന തിരിച്ചറിവ് ഉറപ്പിക്കുകയായിരുന്നു ഞാൻ. തന്നെ ചിരിക്കുന്ന മുഖമൊന്നും മാറിയാൽ തന്നെ സഹിക്കാനാവാത്ത എനിക്ക് തന്റെ ഈ മാറ്റം പലപ്പോഴും ഉൾക്കൊള്ളാനാവുന്നില്ല ശ്രീലക്ഷ്മി.
തന്നെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, കാത്തിരിപ്പാണ് പ്രാർത്ഥനയേക്കാൾ സത്യമെന്ന്. തന്നെ തിരിച്ചുവരവിന് കാരണമായത് അമ്മയുടെയും മറ്റുള്ളവരുടെയും പ്രാർത്ഥന കൊണ്ടാണെന്ന് പറയുമ്പോഴും ശ്രീലക്ഷ്മി തിരിച്ചുവരും എന്ന രവിവർമ്മന്റെ ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് താൻ തിരിച്ചുവന്നതെന്ന ബോധ്യം എനിക്കുണ്ട്. എന്നോടൊപ്പം ചേർത്ത് വയ്ക്കാൻ താനല്ലാതെ വേറെ ആരുമില്ല ശ്രീലക്ഷ്മി. രവിവർമ്മൻ എന്ന വ്യക്തിയെ മറന്നാലും രവിവർമ്മന്റെ പ്രണയത്തെ മറക്കാൻ ശ്രീലക്ഷ്മിക്ക് കഴിയുമോ? താൻ ചെയ്യുന്നതൊക്കെ ഞാൻ ക്ഷമിക്കുന്നത് തന്നെ അത്രമേൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ക്ഷമയുടെ അവസാനം സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവന് സമമായി സ്നേഹിച്ചിട്ട് തന്റെ മുന്നിൽ തന്നെ ഒരുക്കി തീർന്നോ ശ്രീലക്ഷ്മി ഞാൻ? താനില്ലാതെ എനിക്ക് പറ്റുന്നില്ലടോ. പലപ്പോഴും എന്നെ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പല സാഹചര്യങ്ങളിലും ഞാൻ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ഞാൻ വലിയൊരു ഡിപ്രഷനിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഒരു തവണ നടന്ന വഴിയിൽ ഞാൻ വീണ്ടും നടക്കുന്നത് താൻ കാരണമാണെന്ന് ഇനിയും താൻ മനസ്സിലാക്കിയില്ലെങ്കിൽ രവിവർമ്മനെ ശ്രീലക്ഷ്മിക്ക് നഷ്ടപ്പെടുന്ന ദിവസം വിദൂരല്ല. കാര്യം ഞാൻ പറയാം. കൃഷ്ണയും ഈ നിൽക്കുന്ന വിനയനും തമ്മിൽ ഇഷ്ടത്തില. ഓ, പക്ഷേ രണ്ടുപേരുടെയും വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടമല്ലെന്ന് നീ ഒന്ന് സംസാരിച്ച് ശരിയാക്കി കൊടുക്കണമെന്ന് പറയാനാ കൃഷ്ണ വന്നത്. കൃഷ്ണ, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. നീ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് പത്മിനി ആന്റി ഞാൻ വന്ന് കണ്ടിരുന്നു. ആന്റിക്ക് ഒരു താല്പര്യമില്ലാത്ത പോലെ സംസാരിച്ചത്. നിന്നോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും പറഞ്ഞു.
നിങ്ങളുടെ ഇഷ്ടവും പത്മിനി ആന്റിയുടെ ഇഷ്ടക്കേടും ഞാനത് താരതമ്യപ്പെടുത്തി നോക്കി. അതിൽ നിന്നും എനിക്ക് കിട്ടിയ ഉത്തരം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം സത്യമാണോ എന്ന് എനിക്കറിയണം. സത്യമുള്ളതാണെങ്കിൽ പത്മിനി ആന്റി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആന്റി സമ്മതിക്കുകയും ചെയ്യും. അതല്ല, നിങ്ങളിൽ രണ്ടുപേർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വീട്ടുകാര് എതിർത്ത് നിൽക്കുന്ന സ്ഥിതിക്ക് ഒരു പുനർചിന്ത ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴേ പറയണം. കാരണം മധുരമേറിയ പ്രണയ നിമിഷങ്ങൾ കഴിയുമ്പോൾ കൈപ്പേറിയ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോകേണ്ടി വരും. അന്ന് പരസ്പരം കുറ്റപ്പെടുത്തരുത് രണ്ടാളും. ജീവിത അവസാനം വരെ നിങ്ങളുടെ ഈ പ്രണയത്തെ ഇതുപോലെ തന്നെ നിലനിർത്താൻ പറ്റുന്നിടത്തെ പ്രണയം വിജയിച്ചു എന്ന് പറയാനാവൂ. ശ്രീ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞങ്ങള് രണ്ടുപേരും നല്ലപോലെ ആലോചിച്ചിട്ടാ ഒരുമിച്ച് ജീവിക്കാന്ന് തീരുമാനിച്ചത്. വിധി എന്താണെന്നും ഈശ്വര തീരുമാനം എന്താണെന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് വിനയനോടൊപ്പം ആയിരിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതെ സർ, എന്റെയും തീരുമാനം അത് തന്നെയാണ്. പരസ്പരം ഒരു ഉപാധികളും ഇല്ലാതെയാണ് ഞങ്ങൾ സ്നേഹിച്ചത്. മുന്നോട്ടുള്ള യാത്രയുടെ ബലവും അത് തന്നെയാ സർ. ഞങ്ങളുടെ എത്രയോ നല്ല നല്ല മുഹൂർത്തങ്ങൾക്കും പിണക്കങ്ങൾക്കും സാക്ഷിയായ ആളല്ലേ നീ? പല ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാനും സാറും തിരിച്ചു ഈ ഉപകാരം ചെയ്യണ്ടേ? നമ്മുടെ സന്തോഷം നമ്മുടെ തീരുമാനം. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കുന്നത് നമ്മൾ എടുക്കുന്ന ദൃഢമായ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. അല്ലേ സർ? എങ്കിൽ പിന്നെ ഞാനങ്ങോട്ട് പോയിട്ട് വരാം കൃഷ്ണ. ജോഗിങ്ങിന് പോയി അപ്പാടെ വിയർപ്പാ. നീ ചെന്ന് ഫ്രഷ് ആവാം, ഞാൻ നിന്നെ വിളിച്ചോളാം. ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ എല്ലാ സഹായത്തിനും ഞങ്ങൾ ഉണ്ടാവും കൃഷ്ണ. ഈ മുറിയിൽ വെച്ച് പലപ്പോഴും ശ്രീലക്ഷ്മിയുടെ കയ്യിൽ ഞാനിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ശ്രീലക്ഷ്മി ഒരു പ്രത്യേക ഭാവത്തോടെ നോക്കാറുണ്ട്. ഇങ്ങനെ ഇതുപോലെ. രണ്ട് നിശ്വാസങ്ങൾ ഒന്നാകുന്ന ഇത്ര അടുത്ത് ഞാനും ശ്രീലക്ഷ്മിയും കണ്ണിൽ നോക്കി നിന്നിട്ടുണ്ട് കുറെ നേരം. അന്നും ശ്രീലക്ഷ്മിയുടെ കണ്ണുകളിൽ ഞാൻ കണ്ട രവിയോടുള്ള ഇഷ്ടം തന്നെയാണ് ഇപ്പോ ഈ കണ്ണുകളിലും ഞാൻ കാണുന്നത്. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കടുത്തു പോയി. ഞാനും ശ്രീലക്ഷ്മിയും മാത്രമാകുമ്പോ ഞാൻ അവൾക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമുണ്ട്.
ശ്രീലക്ഷ്മി, രവിയിൽ നിന്നും ഒരു ചുംബനം ആഗ്രഹിക്കുന്നുണ്ട്. വേറെ ആരുമില്ലേ എനിക്ക് ഭക്ഷണം കൊണ്ടുവരാൻ? അതെന്താ രഘു? ഞാൻ വിളമ്പി തന്ന രഘു കഴിക്കില്ലേ? ഇല്ല. നിങ്ങളാണോ ഇവിടുത്തെ സെർവന്റ്? അല്ലല്ലോ. അവർക്കകത്ത് വേറെ ജോലിയുണ്ട്. സെർവന്റ് വിളമ്പി തന്നാ മാത്രമേ രഘു കഴിക്കുള്ളോ? സെർവന്റ് എന്നെ വേണോന്നില്ല, നീ ആയാലും മതി. ഓ, പറയുന്ന പോലെ ഞാനും ഇവിടുത്തെ ഒരു സെർവന്റ് ആണല്ലോ. യൂണിഫോം ഇല്ലെന്നല്ലേ ഉള്ളൂ. നീയേ വെറുതെ അവരുമായി നിന്നെ താരതമ്യപ്പെടുത്തണ്ട. അവര് നല്ല പോലെ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ. ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അത് ജോലിക്കാരിയെ പോലെയാണ് കാണുന്നതെന്ന് നിനക്ക് ഇപ്പൊ തോന്നിയില്ലേ? അവിടെ തുടങ്ങുന്നുണ്ട് ഒരു ഭാര്യ എന്ന നിലയിലുള്ള നിന്റെ പരാജയം. ശരി, എന്റെ ജയപരാജയത്തിന്റെ കണക്ക് അവിടെ നിക്കട്ടെ. ഇപ്പൊ എന്താണ് പ്രശ്നം? എന്റെ അമ്മ ഭക്ഷണം എടുത്തു തന്നാൽ എന്താണ് കുഴപ്പം? ഗായത്രി അമ്മയെ പോലെ തന്നെയല്ലേ? അല്ല, ഒരിക്കലും അല്ല. അതെ, എന്റെ അമ്മ എടുത്തു തരുന്ന ഭക്ഷണത്തിൽ സ്നേഹം ഉണ്ടാവും, വാത്സല്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മതിയായാലും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അല്ലാതെ നിന്റെ അമ്മയെ പോലെ ദുർമുഖവുമായിട്ടല്ല ഭക്ഷണം എടുത്തു തരേണ്ടത്. സ്നേഹവും വാത്സല്യവും കുറച്ച് കുറഞ്ഞാലും ഇതും അമ്മ തന്നെയാ. രഘു വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതാ. ഇപ്പോഴും ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. നിന്റെ കടമയാണ് എനിക്ക് ആഹാരം വിളമ്പി തരേണ്ടത്. അത് നീ വല്ലപ്പോഴൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, നിന്റെ അമ്മ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ്. വന്നതിന് ശേഷമുള്ള കഥകള് ഞാൻ പറയണ്ടല്ലോ. നീ ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ ഓക്കെ. നീ നോക്കി നിൽക്കുകയും നിന്റെ അമ്മ എനിക്ക് ഭക്ഷണം എടുത്ത് തരികയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സംസാരിക്കേണ്ടി വന്നത്. ചുരുക്കി പറഞ്ഞ, ഇല്ലാത്ത സ്നേഹവും കൊണ്ട് എന്നെ ഊട്ടാൻ വരണ്ട എന്ന്. അവിടെ മറവി രോഗത്തിന്റെ കാരണം അന്വേഷിക്കാൻ. എന്തു പറ്റി സരോജാമേ? എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല, എനിക്കൊന്നും പറ്റിയിട്ടുമില്ല. പക്ഷേ എന്നെ പറ്റിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും സരോജം അകത്തേക്ക് വരും. വാ. എഴുതിയമ്മേ, ദേ സരോജം വന്നിരിക്കുന്നു. ആഹാ, സരോജമ്മ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് തന്നെ എത്തിയല്ലോ. സമയം തെറ്റാതെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ശീലിച്ചവർക്കാണ് ഭക്ഷണ സമയത്തിന് സമയക്രമം ഉള്ളു രേഖയിടമേ. എന്നെ പോലെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നവർക്കേ അങ്ങനെയൊന്നും ഇല്ല. വിശന്നും വയറ് കത്തുമ്പോഴായിരിക്കും വല്ലതും കഴിക്കുന്നത്. അമ്മ, ഓ, അപ്പൊ നമ്മള് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് നിനക്കറിയാല്ലേ? നീ എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്ത പോലെ നോക്കുന്നത്? ഓ, ഞാനോ നിന്റെ അച്ഛനോ പറയുന്നത് എന്താണെന്ന് നിനക്കിപ്പോ മനസ്സിലാവാറേയില്ല. ഞാനത് ഓർത്തില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അതിന് മാത്രം എന്തുണ്ടായി? ഒരു കാര്യം, ഒരേ ഒരു കാര്യം മാത്രം എനിക്കറിഞ്ഞാ മതി.
നീരേറ്റ് കോളനി വന്നിട്ട് സ്വന്തം വീടിന്റെ നട വരെ വന്നിട്ട് നീ എന്താ ആ വീട്ടിൽ കയറാതെ പോയത്? ഒരു വഴിപോക്കനെ പോലെ നിന്റെ അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യനെ കോളനി വെച്ച് കണ്ടിട്ടും ഒന്ന് സംസാരിക്കാൻ പോലും നിൽക്കാതെ തിരിച്ചു പോകേണ്ട എന്ത് അത്യാവശ്യമായിരുന്നു നിനക്ക്? സാറ് ക്ഷമിക്കണം. എന്റെ മോൾക്ക് പുനർജന്മം കിട്ടി തിരിച്ചു വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാവും. പക്ഷേ ആ മാറ്റങ്ങളുടെ തീവ്രത ഒന്നും മനസ്സിലാക്കാനാണ് ഞാൻ വന്നത്. അത് സരോജാമ്മേ, ശരിക്കും കൃഷ്ണയുടെ വീട്ടിലേക്കാണ് ശ്രീലക്ഷ്മി വന്നതെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത്. അറിഞ്ഞിരുന്നെങ്കിൽ വീട്ടിലൂടെ കയറിയിട്ട് വന്നാൽ മതിയെന്ന് ഞാൻ പറയുമായിരുന്നു. സാറ് പറഞ്ഞിട്ട് വേണോ സാറേ ഇവൾക്കത് മനസ്സിലാവാൻ? നീ ഇതിനെ ഇത്ര സില്ലിയായി എങ്ങനെ കണ്ടുവെന്ന എനിക്ക് മനസ്സിലാവാത്തത്. രാഗസുധ ജയിലിലാണെങ്കിലും അവിടെ ഇരുന്നുള്ള അവളുടെ ഓപ്പറേഷൻ ഇതെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ബിബി, അത് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. രാഗസുധ മാത്രമേ നമുക്ക് ശത്രുവായിട്ടുള്ളൂ. ചുറ്റിനും ശത്രുക്കളുള്ള എനിക്ക് എങ്ങനെ ഒരാളെ മാത്രം സംശയിക്കാനാവും? രാഗസുധ മാത്രമാണ് ജയിലിൽ. അതും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ശത്രു. 1ാം സ്ഥാനത്ത് ഇപ്പോഴും GD തന്നെയാണ്. രാഗസുധയ്ക്ക് എന്തായാലും നേരിട്ടൊരു ആക്രമണം നടത്താനോ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനോ കഴിയില്ല. അതിനൊരു പിൻബലം വേണം. അതുകൊണ്ട് തന്നെ എന്റെ സംശയം GDയെ തന്നെയാണ്. പക്ഷേ പ്രധാനമായും ഇപ്പോൾ എന്നെ അലട്ടുന്നതും സമാധാനം കെടുത്തുന്നതും അതല്ല രാജാറാം. ചില തീരുമാനങ്ങൾ മുന്നും പിന്നും നോക്കാതെയാണോ എടുത്തതെന്ന് എനിക്കിപ്പോ ഒരു സംശയം. എല്ലാവരെയും പോലെ ഞാനും സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്വപ്നങ്ങളിൽ നിന്നും ജീവിത സത്യങ്ങളിലേക്ക് വരുമ്പോ വലിയ അബദ്ധമാണോ ചെയ്തതെന്ന് ഇപ്പൊ തോന്നുന്നു എനിക്ക്. എന്തബദ്ധം? എന്തിനെ കുറിച്ച് നീ പറയുന്നേ? ശ്രീലക്ഷ്മിയെ കുറിച്ച്. കാണാതായതും കൺമുന്നിലുള്ളതും ഒന്നു തന്നെയാണെന്ന് ഇപ്പൊ എന്റെ സംശയം. ഇതാണ് എന്റെ ശ്രീലക്ഷ്മി എന്ന് 1000 തവണ ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ചില സന്ദർഭങ്ങളിൽ എന്നെ പുറകോട്ട് വലിക്കുന്നു രാജാറാം. ചിലതൊക്കെ ഞാൻ എന്നെ തന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ. രവിവർമ്മൻ എന്ന എനിക്ക് എന്നോട് തന്നെ കള്ളം പറയേണ്ടി വരുന്നുണ്ടോ എന്നൊരു തോന്നൽ. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തിനെ കുറിച്ച് ഈ പറയുന്നേ? ശരിക്കും ഞാൻ തന്നെയാണോ നിന്നെ പെറ്റത്? അതോ അന്ന് ആ കാഴ്ചയില്ലാത്ത പെൺകുട്ടി വന്ന് ആദ്യം പറഞ്ഞതുപോലെ നീ വേറെ ആരെങ്കിലും ആണോ? അതെ രവി, എനിക്ക് ഉറപ്പുണ്ട് ഇത് നിന്റെ ശ്രീലക്ഷ്മി തന്നെയാ. നീയായിരുന്നു ശരിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുപോലെ അധികം താമസിയാതെ എല്ലാവർക്കും ബോധ്യമാവും. അതെങ്ങനെയാ നിനക്ക് തർപ്പിച്ച് പറയാൻ കഴിയുന്നത്? അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യത്തിൽ നീ ശ്രീലക്ഷ്മിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തോ? എന്തിനാ രവി ഇനി കാണുന്നതും കേൾക്കുന്നതും? ഇപ്പോഴുള്ള ശ്രീലക്ഷ്മിയോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ പോരെ അത് ബോധ്യമാവാൻ? ശ്രീലക്ഷ്മിയല്ല കൺമണിയാണെന്ന് ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞപ്പോ നീ സമ്മതിച്ചില്ല. അപ്പോ നീ നിന്റെ വാദങ്ങൾ ജയിക്കാൻ ധാരാളം തെളിവുകൾ നിരത്തി. എന്നിട്ട് ഇപ്പൊ ശരിക്കും ശ്രീലക്ഷ്മിയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി വരുമ്പോ
നീ മറ്റൊരർത്ഥത്തിൽ ചിന്തിക്കുന്നത് ഒരിക്കലും ശരിയല്ല. നിന്റെ ഒറ്റ ഉറപ്പുമേല ഞാനും സാന്ദ്രാമേടവും, എന്തിന് ഗായത്രി അമ്മ വരെ ഇതെല്ലാം സത്യമായിരുന്നു എന്ന് വിശ്വസിക്കുന്നത്. ആദ്യം നീ വിശ്വസിക്കേ, ബാക്കിയെല്ലാം സ്വയം നടന്നോളൂ. അതാണ് രാജാറാം എന്നെ കൊണ്ട് ഇപ്പൊ സാധിക്കാത്തത്. സരോജമ്മ പറഞ്ഞ ഓരോ വാക്കുകളും കേട്ടത് ചെവി കൊണ്ടാണെങ്കിലും വന്ന് തറച്ചത് ഈ ഹൃദയത്തിലാണ്. കണ്ണു നിറഞ്ഞുള്ള ആ അമ്മയുടെ ഓരോ വാക്കുകൾക്കും എന്നെ ചുട്ടിരിക്കാൻ പാകത്തിന് കാഠിന്യമുണ്ടായിരുന്നു. അത് നീ മനസ്സിൽ വെക്കേണ്ട കാര്യം പോലും ഇല്ല രവി. സരോജമ്മയുടെ സംസാരവും രീതിയൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ. ദേഷ്യം വരുമ്പോ അങ്ങേ അറ്റം വരെയും പറയും, അത് മാറുമ്പോ ഇങ്ങേ അറ്റം വരെ സ്നേഹിക്കുകയും ചെയ്യും. അവിടെയാണ് രാജാറാം എന്റെ പല വാദപ്രതിവാദങ്ങളും തകർന്നു തുടങ്ങിയത്. നീ പറഞ്ഞ സരോജാമ്മയുടെ സ്നേഹത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ സ്വന്തം മകളായ ശ്രീലക്ഷ്മി മനസ്സിലാക്കാത്തതിലാണ് എന്റെ ആലോചനകൾ മാറിത്തുടങ്ങിയത്, സംശയങ്ങൾ തോന്നിത്തുടങ്ങിയത്. ശ്രീലക്ഷ്മി ആയിരുന്നെങ്കിൽ അവിടെ തന്നെ പരിഹാരം ഉണ്ടാകേണ്ട ഒരു വിഷയത്തിൽ ഒന്നും മിണ്ടാതെ പതറിയാണ് ശ്രീലക്ഷ്മി നിന്നത്. സ്വന്തം അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ടും കുലുങ്ങാതെ നിന്ന ശ്രീലക്ഷ്മിയുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. സരോജാമ്മയുടെ ഓരോ വാക്കുകൾക്കും താൻ തന്നെയാണ് കുറ്റക്കാരിയെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ശ്രീലക്ഷ്മി സമ്മതിക്കുന്നുണ്ടായിരുന്നു. എന്റെ ശ്രീലക്ഷ്മിയിൽ നിന്ന് നമ്മൾ ഇവിടെ വന്ന് ഒരു പരിചയമില്ലാത്ത നിങ്ങളെടുത്ത് ഇതൊക്കെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഇന്ന് രാവിലെ ആ രവിവർമ്മന് നേരെ നിങ്ങള് ഗുണ്ട ഒരു വെടിവെച്ചില്ലേ? അതല്പം മാറിയിരുന്നെങ്കിലേ നമ്മളെ പേട്ട് തല ചിതറിയനെ. നിങ്ങൾക്കാരേലും കൊല്ലണമെങ്കിൽ അത് അവരോടായിക്കോ. ഒരു ബന്ധം ഇല്ലാത്ത ഈ കൺമണിയെ ഒന്ന് വെറുതെ വിട്. രാഗസുതയ്ക്ക് വേണ്ടത് അവരുടെയൊക്കെ ജീവൻ, നമുക്ക് വേണ്ടത് അവരുടെയൊക്കെ പൈസ. നമ്മളെ ശ്രീലക്ഷ്മിയെ കാണുന്നിടത്തോളം ചുമ്മാ നമ്മളൊന്ന് ആ രവിവർമ്മനെ മുട്ടി ഒരുമി നിന്നാ മാത്രം മതി. ചോദിക്കുന്നത് അയാള് തരും. അയാള് തരാൻ മടിച്ചാലും ഈ കൺമണി അത് വാങ്ങിച്ചെടുക്കും. കിട്ടാവുന്നതൊക്കെ ഊറ്റിക്കഴിയുമ്പോ നമ്മളൊരു അങ്ങ് മുങ്ങും. അതുവരെ സുധ നമ്മളെ ഉപദ്രവിക്കരുത്. നീ പറയുന്നതൊന്നും വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ടില്ല ഞാൻ. നീ ശ്രീലക്ഷ്മി അല്ലെങ്കില് നിനക്കൊന്നും സംഭവിക്കില്ല, ഉറപ്പ്. അത് മതി, അത് മതി നമുക്ക്. പിന്നെ ഇവിടെ വന്ന് സുധയോട് സംസാരിച്ചപ്പോ വേറൊരു കാര്യം നമ്മൾ ആലോചിച്ചു. ഈ പറയുന്ന രവിചന്ദ്രവർമ്മനും നമ്മളും രാഗസുധയും തമ്മില് യാതൊരു ബന്ധവും ഇല്ല. രാഗസുധയ്ക്ക് അവരെ കൊല്ലണം. നമുക്ക് അത്യാവശ്യം കുറച്ച് പൈസയും വേണം. നമുക്ക് ഒരുമിച്ച് നിന്നാ എല്ലാം എളുപ്പമാവും. എനിക്ക് ആരുടെ സഹായത്തിന്റെ ആവശ്യമില്ല. ഞാനായിട്ട് തന്നെ രവിയുടെ തല എടുത്തോളാം. എന്റെ കാൽച്ചോട്ടി കിടന്ന അവ മരിക്കേണ്ടത്. അതിനി ആര് പുറകെ നിന്നാലും ശരി, അത് ഞാൻ നടത്തും. നിനക്ക് നമ്മുടെ തനി സ്വരൂപം അറിയാത്തോണ്ടാ. സത്യം, നമുക്കൊരാളെ തകർക്കണമെന്ന് തോന്നിയ തകർത്ത് അസ്ഥിവാരം തോണ്ടിയിട്ടെ നമ്മൾ അടങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞത് രാഗസുധയ്ക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഇതിനകത്ത് കിടക്കുന്ന നിനക്ക് എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്, എന്നാ കൺമണിക്കതില്ല. ഇങ്ങനെ വാടക കൊണ്ടേ പറഞ്ഞയച്ച് ഒരു പാഴ്വെടി വെച്ചെന്നും പറഞ്ഞ് രവിയോ കൂട്ടരോ ഭയക്കൊന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവരെ എല്ലാരെയും ഭയപ്പെടുത്താനും തകർക്കാനും ഓരോ